മുതുമലയിലും അത്തരത്തിലൊരു ആന കാലിൽ കുപ്പിച്ചിലുകൊണ്ട് കുണ്ണും ചീഞ്ഞ് നടക്കുകയാണ് എന്നൊരു വാർത്ത പുറത്തു വരുന്നു. ഇത് കേട്ടപാടെ ഡോക്ടർ ഈ IFS ഓഫീസറെയും പാർട്ടിയെയും കൂട്ടി ഈ ആനയെ അന്വേഷിച്ച് പുറപ്പെടുന്നു. ഏതാണ്ട് ആ സ്ഥലത്ത് എത്തിയപ്പോൾ ജീപ്പ് നിർത്തി അവർ ഇറങ്ങി നടന്നു ചെല്ലുന്നു. ഡോക്ടർ കെക്ക് അപ്പോൾ വയസ്സ് 70 അടുത്തിട്ടുണ്ട് എങ്കിലും ദേഹം നല്ല വളച്ചു കെട്ടി വില്ല് പോലെയാണ്. ഈ നടത്തത്തിനിടയ്ക്ക് ഡോക്ടർ കെ പറയാണ്, ആനയുടെ മണം വരുന്നുണ്ടല്ലോ. നമ്മളൊക്കെ ആണെങ്കിൽ കൺമുന്നിൽ ആന വന്ന് നിന്നാലും ചിലപ്പോൾ തുമ്പിക്കയിൽ ചെന്ന് മൂക്കിടിക്കും വരെ തിരിച്ചറിഞ്ഞോളണം എന്നില്ല. പക്ഷെ ഡോക്ടർ കെ അങ്ങനെ അല്ലായിരുന്നു. ദൂരെ നിന്ന് തന്നെ ആനയെ മണം പിടിച്ച് തിരിച്ചറിയുമായിരുന്നു. എന്നു മാത്രമല്ല ആ മണത്തിൻ്റെ രൂക്ഷത അളന്നുകൊണ്ട് ഏതാണ്ട് ഇത്ര ആനയുണ്ട് എന്ന് വരെ പറഞ്ഞു കളയും ആശാൻ. ഞാൻ പറയാതെ ഇനി ആരും ഒരടിയും മുന്നോട്ട് വെക്കരുത്. ഡോക്ടർ കെ തൻ്റെ പെട്ടി തുറന്ന് കയ്യുറകൾ എടുത്ത് ധരിക്കുന്നു. ഒരു ചെറിയ എയർഗൺ പോലെയുള്ള സാധനം, അതിലെ ഡാട്ട് വഴിയാണ് മയക്കി കിടത്താനുള്ള അനസ്തേഷ്യ മരുന്ന് ആനയ്ക്ക് കൊടുക്കുക. അതെടുക്കുന്നു. വെടിവെക്കേണ്ട മരുന്നിൻ്റെ മാത്ര അല്ലെങ്കിൽ അളവ് എത്രയാണെന്ന് നിശ്ചയിക്കുന്നത് ആനയുടെ ഭാരം മനസ്സിൽ കണക്ക് കൂട്ടിയിട്ടാണ്. ആനയെ കണ്ട് നിമിഷങ്ങൾക്കുള്ളിൽ ഈ മണക്കണക്ക് കൂട്ടി ഡോസ് സെറ്റ് ചെയ്ത് ഡാട്ട് ചെയ്തിരിക്കണം. അങ്ങനെ ഒരുപാട് നേരമൊന്നും അതിൽ കിട്ടില്ല. അവിടെ അങ്ങ് ദൂരെയായി ആ ഓടയ്ക്കപ്പുറം പുൽത്തകിടിയുടെ അറ്റത്ത് തേക്കുമരവും ചാരി നിൽക്കുന്ന കൂറ്റനാണ് ഇതിലെ രോഗി. രോഗമൊന്നുമില്ലാത്ത ആന ഒരിക്കലും മരം ചാരി നിൽക്കില്ല. അപ്പോൾ ആളെ പിടികിട്ടി, ഇനി വെടിവെച്ച് മയക്കണം. പക്ഷെ അവനെ അവിടെ വെച്ച് മയക്കുവെടി വെക്കുന്നത് അബദ്ധമാണ്. ആദ്യം അവനെ ഇപ്പുറത്തുള്ള ചെളിയിലേക്ക് കൊണ്ടുവരണം. അവിടെ വേണം അവനെ വെടിവെച്ച് മയക്കി ആ ചെളിയിലേക്ക് ഇടാൻ. റിസ്ക് ലേശം അധികമുള്ള ഓപ്പറേഷനാണ്, ബട്ട് ലെറ്റ് മീ ഹാൻഡിൽ ദിസ് എന്നും പറഞ്ഞ് മരുന്ന് ലോഡ് ചെയ്ത ഡാട്ട് ഗണ്ണുമായിട്ട് ഡോക്ടർ കെ ആ ഓട മുറിച്ച് അക്കരെ കടന്ന് മുന്നിലെ പുൽത്തകിടിയിലേക്ക് നടന്ന് കയറുന്നു. മരഞ്ചാരി നിൽക്കുന്ന രോഗി ആനയെ തെളിച്ച് ചെളിയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി ഡോക്ടർ ശ്രമിക്കുന്നു. നീര് വന്ന് തടിച്ച കാലും കൊണ്ട് വേച്ചു വന്ന ആന ചെളിയുടെ ഭാഗത്ത് എത്തിയതോടെ ഡോക്ടർ അതിനെ മയക്കുവെടി വയ്ക്കുന്നു. ഡാർട്ട് അതിൻ്റെ തോളിൻ്റെ പിന്നിലേക്ക് താണിറങ്ങുന്നു. ഡാർട്ട് കൊണ്ട നിമിഷം അത് അനങ്ങാതെ നിൽക്കുന്നു. അതിൻ്റെ ദേഹം തണുപ്പ് കൊണ്ടെന്ന പോലെ ഒന്ന് നടുങ്ങുന്നു. പക്ഷെ ഒടുവിൽ മയക്കുമരുന്നിൻ്റെ ഫലസിദ്ധി പൂർണ്ണമായതോടെ വലത്തേക്ക് ചെരിഞ്ഞ് വലിയ ഒച്ചയോടെ അവൻ ആ രോഗി ആന ചെളിയിലേക്ക് മറിഞ്ഞു വീഴുന്നു. ആന പൂർണ്ണമായി നിശ്ചലമായി എന്ന് കണ്ടപ്പോൾ ഡോക്ടർ കെ അതിൻ്റെ അടുത്തേക്ക് ചെല്ലുന്നു. അതിൻ്റെ ഒരു കാല് നീര് വന്ന് 2 കാലിൻ്റെ വലുപ്പത്തിലേക്ക് ആയിട്ടുണ്ട്. അത് വിങ്ങിപ്പൊട്ടി നിൽക്കുകയാണ്. മുറിവിനെ അടുത്ത് കണ്ടതും ഡോക്ടർ കെക്ക് കാര്യം മനസ്സിലാവുന്നു. ആ ആനയുടെ കാലിൽ പൊട്ടിയിട്ട് 3/4 ഭാഗമുള്ള ഒരു ബിയർ കുപ്പി മുഴുവനായിട്ടും അകത്ത് കയറി ഇരിക്കുകയാണ്. ഇത് കണ്ടതും അദ്ദേഹത്തിൻ്റെ മുഖത്തേക്ക് രക്തം ഇരച്ച് കയറുന്നു. മൂക്ക് ചുവന്ന് തുടുക്കുന്നു. ഡോക്ടർ എപ്പോഴും അങ്ങനെയാണ്. വളരെ അപൂർവമായി മാത്രമേ അദ്ദേഹത്തിന് കോപം വരാറുള്ളൂ. തൻ്റെ ഉഗ്രകോപം അടക്കി വെച്ച് അദ്ദേഹം തൻ്റെ അസിസ്റ്റൻറ്റുകളോട് ഓപ്പറേഷന് വേണ്ട ഇൻസ്ട്രുമെൻറ്റ്സ് എല്ലാം തന്നെ റെഡിയാക്കി കൊടുക്കാൻ ആവശ്യപ്പെടുന്നു. പിന്നെ അദ്ദേഹം ചോദിക്കുന്ന ഇൻസ്ട്രുമെൻറ്റ്സ് ഒന്നൊന്നായിട്ട് അവരെടുത്തു കൊടുക്കുന്നു. ഈ മുറിവിൻ്റെ ചുറ്റും വ്രണം വന്ന് ചീഞ്ഞ് ഒരു തേനീച്ചയുടെ തട്ടുപോലെ പുഴുക്കൂടുണ്ടായിരുന്നു. വാള് പോലെ നീളമുള്ളൊരു വലിയ കത്തി കൊണ്ട് ആ കൂട് മുഴുവനായിട്ടും ഡോക്ടർക്ക് വെട്ടി മാറ്റിയപ്പോൾ മോരുകലം പൊട്ടിയതുപോലെ വെളുത്ത ചലം പുറത്തേക്ക് ചീറ്റിയടിക്കുന്നു. തേൻതട്ട് പോലത്തെ ചെറിയ അറകളിൽ വെളുത്ത പുഴുക്കളിരുന്ന് ഞെളിഞ്ഞു പുളയുന്നു. ആ കാലിലെ ചീഞ്ഞ മാംസം മുഴുവൻ ഡോക്ടർക്ക് ഒരു കോടാലി കൊണ്ട് വെട്ടി മാറ്റുന്നു. മുഴുവൻ മാംസവും വെട്ടി മാറ്റിയ ശേഷം കുത്തിക്കയറിയ ബിയർ കുപ്പി അദ്ദേഹം വലിച്ച് ഊരിയെടുക്കുന്നു. ഒരാളുടെ കയ്യോളം നീളമുണ്ടായിരുന്നു ആ കുപ്പിക്ക്. കുപ്പി ഊരിയതിന് പിന്നാലെ കുടുകുടാ ചോര ഒഴുകി വരുന്നു. ചീഞ്ഞ മണമുള്ള ചോര നിറയെ വെളുത്ത ചലം കലർന്നിരുന്നു. ഒരാഴ്ചയേ ആയിട്ടുള്ളൂ, അതുകൊണ്ട് ഇവൻ രക്ഷപ്പെട്ടു എന്ന് ഡോക്ടർക്ക് മനസ്സിൽ പറയുന്നു. താമസിയാതെ ചലത്തിൻ്റെ ദുർഗന്ധം കുറഞ്ഞു വന്ന് നല്ല ചോരയുടെ ഗന്ധം അവിടെ പരക്കാൻ തുടങ്ങി. അവർ ആ ആനയുടെ കാല് വെട്ടിപ്പൊളിച്ചുണ്ടായ ആ വലിയ വ്രണം വലിയൊരു വായ പോലെ, ചുവന്ന ചേറിൻ്റെ ഒരു ചുഴി പോലെ തുറന്നിരുന്നു. തലേണയുടെ അത്ര വലുപ്പത്തിൽ പഞ്ഞി ചുരുട്ടിയെടുത്ത് ഡോക്ടർക്ക് ആ പുണ്ണിലേക്ക് തിരികെ കയറ്റുന്നു. അതിൽ ചെറിയ കുടത്തിൻ്റെ വലിപ്പമുള്ളൊരു കുപ്പിയിൽ നിന്ന് ഗന്ധമുള്ള നീല നിറത്തിലുള്ള മരുന്ന് അധികം ഒഴിക്കുന്നു. ഒരു വലിയ ബാൻഡേജ് തുണി കൊണ്ട് അതിനെ വരിഞ്ഞ് കെട്ടുന്നു. അതിനുമേലെ പശയുള്ള ബാൻഡേജ് കൊണ്ട് വരിഞ്ഞൊട്ടിച്ച് കാലുകൊണ്ട് അത് ചവിട്ടി ഉറപ്പിക്കുന്നു. അതിൻ്റെ കാലിൽ പലയിടത്തും സ്റ്റീൽ ക്ലിപ്പുകളോട് തിരികെ അത് നല്ല പോലെ ഉറപ്പിക്കുന്നു. ശേഷം താഴെ നിന്ന് നല്ല ചേറ് വാരിയെടുത്ത് അദ്ദേഹം വെള്ള പ്ലാസ്റ്ററിന് മേലെ തേച്ച് പിടിപ്പിക്കുന്നു. വെള്ള തുണിയോ പ്ലാസ്റ്ററോ കണ്ടാൽ ആനയ്ക്ക് അലർജിയാണ്. അത് അപ്പോൾ തന്നെ ഊരിക്കളയും. ഇത് ഒഴിവാക്കാൻ വേണ്ടിയാണ് ഈ ചെളിപ്രയോഗം.